ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു കൊത്തു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ലഗോൺ കോഴി വെച്ചിട്ട് നമുക്ക് കൊത്തു പൊറോട്ട സെറ്റ് ചെയ്താലോ? അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 നൂൽ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നൂൽ പൊറോട്ട 4 എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നൈസായ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 സവാള, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലഗോൺ കോഴി ഞങ്ങളിവിടെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മുളകൊക്കെ തേച്ച് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ നന്നായിട്ട് പീസാക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഒരു പാനിലേക്ക് ഓയിലങ്ങ് ഒഴിച്ചു കൊടുത്തു. അത് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അതിനകത്തേക്ക് നമ്മുടെ സവാള നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്ത 2 സവാള അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഇതെന്തപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയാണല്ലേ, ചിക്കനൊക്കെ തനിയെ അടർന്ന് വരുവാണ്, എന്തപ്പോൾ ഇത് സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വയ്യെ പറഞ്ഞു തരാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൊത്തു പൊറോട്ട ബീഫ് വെച്ച് ചെയ്താലാണ് കേട്ടോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ചിക്കൻ്റെ പീസ് വെച്ചിട്ടാണ്, ചിക്കൻ ഫ്രൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി കൂടി നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കൊത്തു പൊറോട്ടയ്ക്ക് എപ്പോഴും ടേസ്റ്റ് ബീഫ് കറി ഉണ്ടെങ്കിൽ ബീഫ് കറി ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫും പൊറോട്ടയും അതൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട്, മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അധികം നന്നായിട്ട് എരിവൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുരുമുളക് പൊടി. അതല്ല പച്ചമുളക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാടി വരണം. നന്നായിട്ട് വാടി ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രം അതിനകത്ത് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മതി. നമുക്കിപ്പോൾ എരിവ് അത്രേ ആവശ്യമുള്ളൂ, കുട്ടികൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുത്തതല്ലാതെ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ കറി രാവിലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്തിട്ട് അതിന് ആ ഒരു മിക്സിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയിൽ എഗ്ഗിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് അതിൽ എടുത്തങ്ങ് മാറ്റി വെച്ചത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു വെള്ളം ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഗ്രേവി മാതിരി ഒന്ന് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലഗോൺ വെച്ചിട്ടാണ് കേട്ടോ, ലഗോൺ നന്നായിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് വെൽ. ഇതിൽ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ലൊരു കറിവേപ്പിലയുടെ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നാൽ എക്സ്ട്രാ നല്ല പവറായി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും എന്തായാലും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ പൊറോട്ട അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നൂൽ പൊറോട്ട ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല നൂല് പോലെ വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നൂൽ പൊറോട്ട ഉണ്ടെങ്കിൽ നൂൽ പൊറോട്ട വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യുക. നേരത്തെ ഇൻട്രോയിലെ വീഡിയോയെ പറ്റി പറഞ്ഞാൽ അത് ഞാൻ AI വെച്ച് ചെയ്തതാണ് കേട്ടോ. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഐറ്റത്തിൻ്റെ ഫോട്ടോ വെച്ച് ഞാനൊരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അതെന്തപ്പോൾ ഇത് ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് തന്നെ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ടോ. മിക്സ് ചെയ്യാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് പൊറോട്ട കഴിക്കാൻ ഇഷ്ടമാണോ? പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട് എന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് പൊറോട്ട അഡിക്റ്റ് ഒന്നുമല്ല. ചിലർക്കൊക്കെ പൊറോട്ട ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നൂൽ പൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നൂല് പോലെ വലിഞ്ഞ് വരും. അത് നല്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു എനിക്ക് അതിഷ്ടമാണ്. നോർമൽ പൊറോട്ടയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. സംഭവം റെഡി ആയിട്ടുണ്ട്.
അപ്പം നല്ല ചൂടുള്ള കൊത്തു പൊറോട്ട ഞാനിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്, നല്ല രസമുണ്ട് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക. കൂടെ ഒരു അഹങ്കാരത്തിന് നമ്മുടെ നരകക്കോഴിക്കൊടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതവിടെ സൈഡിൽ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ചിക്കനും പൊറോട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. നൂൽ പൊറോട്ട ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.